ഇത് ബൈബിളിലെ യേശുവാണോ ഖുറാനിലെ ഈസാ നബി എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് YMCAയിൽ നടന്ന ഒരു സംവാദമാണ്. ഇസ്ലാം ഭാഗത്തു നിന്ന് രാഹുൽ ഈശ്വർ, ക്രൈസ്തവ ഭാഗത്തു നിന്ന് അനിൽകുമാർ അയ്യപ്പൻ എന്നിവരാണ് പങ്കെടുത്തത്. വർഷങ്ങളായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാരെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുറാനിലെ ഈസയും ബൈബിളിലെ യേശുവും രണ്ടാണ്, ഒന്നാണെന്ന് പറയുന്നത് നിങ്ങൾ സംവാദത്തിന് വരുമെന്ന് പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട്, 20 വർഷത്തോളമായിട്ട്, എനിക്ക് തോന്നുന്നു അതിനും കൂടുതലായിരിക്കും, ഇന്ന് വരെ MM അക്ബറടക്കമുള്ള ഒരൊറ്റ ഇസ്ലാമിക ദാവാക്കാരനും ആ ക്ഷണം സ്വീകരിച്ച ഈ വിഷയത്തിൽ ഡിബേറ്റിന് വന്നിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇസ്ലാം ക്രൈസ്തവ വിഷയങ്ങളിൽ ക്രിസ്ത്യാനികളുമായി സംവാദം നടത്താൻ മുസ്ലിം പണ്ഡിതന്മാർ പോലും വരാൻ ധൈര്യപ്പെടാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം അതിന് തയ്യാറായത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നത്. ജോൺ പോൾ II 5 മെയ് 1999. ഇത് പോപ്പ് പരിശുദ്ധ ഖുറാൻ കിസ് ചെയ്യുന്ന ഒരു ചിത്രമാണ്, വളരെ പ്രസിദ്ധമായ ചിത്രമാണ്. പരസ്പര സാഹോദര്യവും മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഒക്കെ നിലനിൽക്കണം എന്ന അദ്ദേഹത്തെ ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ബാഗ്ദാദിലാണ്. എന്നിട്ട് പോപ്പ് ജോൺ പോൾ II 5 മെയ് 1999 പറയുന്നു, അതിൽ അദ്ദേഹം പറയുന്നു, യഹൂദരും ക്രിസ്ത്യാനികളും പോലെ മുസ്ലിങ്ങളും എബ്രഹാമിന്റെ ദൈവത്തിന്റെ വിധികളോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മാതൃകയായി കാണുന്നു. അബ്രഹാമിന്റെ മാതൃക പിന്തുടർന്ന് വിശ്വാസികൾക്ക് ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ അർഹമായ സ്ഥാനം നൽകാൻ ശ്രമിക്കുന്നു. ദൈവീക ഇച്ഛയോടുള്ള സമർപ്പണത്തിലൂടെ എബ്രഹാം തുറന്നിട്ട ഈ വഴിയിൽ അദ്ദേഹത്തിന്റെ സന്തതിയായ, ഡിസെൻഡന്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ സന്തതിയായ അഥവാ സന്തതി പരമ്പരയിൽപ്പെട്ട യേശുവിന്റെ മാതാവും അനുഗ്രഹീത കന്യകയുമായ പരിശുദ്ധ മറിയത്തെയും നാം കാണുന്നു. മുസ്ലിങ്ങളും പ്രത്യേകിച്ച് ജനകീയ ഭക്തി പാരമ്പര്യങ്ങളിൽ അവരെ ഭക്തിയോടെ സ്മരിക്കുന്നു. ഇത് ഔദ്യോഗിക ഡോക്യുമെന്റാണ്. കുറച്ചുകൂടെ കൃത്യമായി പോപ്പ് സെയിന്റ് ജോൺ പോൾ II 19 ഓഗസ്റ്റ് 1985 മൊറോക്കോയിൽ പറയുന്നു, നമ്മൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ഒരേ ദൈവത്തിലാണ്. നമ്മൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ഒരേ ദൈവത്തിലാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കാസാബ്ലാങ്കയിൽ അഥവാ മൊറോക്കയിൽ യുവ മുസ്ലിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഇന്നും വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഏക ദൈവത്തിൽ, ജീവിക്കുന്ന ദൈവത്തിൽ, ലോകത്തെ സൃഷ്ടിക്കുകയും തൻ്റെ സൃഷ്ടികളെ പരിപൂർണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാഹ്വേ എന്ന് വിളിക്കുന്ന ദൈവവും അള്ളാഹു എന്ന് വിളിക്കുന്ന ദൈവവും ഒന്നാണെന്നാണ്. നാം ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോപ്പാണ്. ബൈബിളിലെ യേശുവാണോ ഖുറാനിലെ ഈസാ നബി എന്ന വിഷയത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ ആദ്യത്തെ വാദം, പോപ്പ് പല സന്ദർഭങ്ങളിലായി നാം ഒന്നാണ്, നാം ഒരു ദൈവത്തെയാണ് വിളിക്കുന്നത് എന്ന അഭിപ്രായം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള അനിൽകുമാറിൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. പോപ്പിൻ്റെ നിലപാടിൻ്റെ കാര്യത്തിൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യമാണ് എനിക്കതിനുള്ള മറുപടി. എന്നാൽ ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലായോ? പോപ്പല്ല, ആരും അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങളല്ല, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടെണ്ണം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കാൻ നിൽക്കരുത്. ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ അതാണ് എൻ്റെ മറുപടി. 100% ശരിയായ മറുപടി. ഇത് കെന്നത്ത് ക്രെയ്ഗ് എന്ന ആംഗ്ലിക്കൻ ബിഷപ്പാണ്. ഇദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ജീസസ് ആൻഡ് ദി മുസ്ലിം. അതിൽ അദ്ദേഹം പരിശോധിക്കുന്നത്, ഇതാണ് ആ പുസ്തകത്തിന്റെ കവർ പേജ്, പരിശോധിക്കുന്നത് പരിശുദ്ധ ബൈബിളിലെ മാത്രമല്ല, ഖുറാനിലെ, മുസ്ലിം പോയട്രിയിലെ, മുസ്ലിം ഡിവോഷനിലെ ജീസസിനെ കുറിച്ചാണ്. ഇത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ദ മുസ്ലിം ജീസസ് ആണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനം. ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ജീസസ്, ദ ന്യൂ കേംബ്രിഡ്ജ് കമ്പാനിയൻ ടു ജീസസ്. ഇവരെല്ലാം പ്രസിദ്ധീകരിക്കുന്ന, ഈ ബഹുഭൂരിപക്ഷം എഴുതിയിരിക്കുന്നതും ക്രിസ്ത്യാനികളാണ്. അത് ഇസ്ലാമിക് ട്രഡീഷനിലെ, ഇസ്ലാമിക പാരമ്പര്യത്തിലെ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് കാണുന്നതെന്നും, പ്രോഫറ്റായിട്ടാണ് കാണുന്നത് അഥവാ പ്രവാചകനായിട്ടാണ് കാണുന്നത്, ദൈവീകത, ഡിവിനിറ്റി ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി നടത്തുന്നൊരു പഠനത്തിന്റെ പുസ്തകമാണ്. അടുത്തത് യേൽ യൂണിവേഴ്സിറ്റി പ്രസ്. ആദ്യത്തേത് ഹാർവാർഡ്, പിന്നീട് ഉള്ളത് കേംബ്രിഡ്ജ് ആണെങ്കിൽ യേൽ യൂണിവേഴ്സിറ്റി പ്രസിൽ. യേൽ യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വളരെ കൃത്യമായി 3-ാമത്തെ എബ്രഹാമിക് ഫെയ്ത്തായ ഇസ്ലാമിൽ യേശുവിനെ എങ്ങനെ കാണുന്നു എന്ന് പറയുന്നു.
അതായത് എബ്രഹാം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സിമിലർ ആണല്ലോ. എബ്രഹാമിനെ ഇബ്രഹാം എന്ന് വിളിക്കുന്നു. പേര് മാറിയതുകൊണ്ട് ആള് മാറുന്നില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, ഖുറാനിൽ യേശു ചെറിയ പ്രായത്തിൽ നടത്തുന്ന മിറാക്കിൾസിനെ കുറിച്ചും തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്നതിനെ കുറിച്ചും ബൈബിളിൽ അത്തരം പരാമർശങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഖുറാൻ മറ്റൊരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതായത് യേശു ക്രിസ്തുവിന് ശേഷം ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ക്രൂസിഫിക്ഷൻ അടക്കമുള്ള കുരിശുമരണം അടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇറ്റ് വാസ് മെയ്ഡ് ടു ബി അപ്പിയർ സോ, അത് അങ്ങനെയാണ് എന്ന് കാണിക്കുക മാത്രമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ കുരിശുമരണം നടന്നിട്ടില്ല എന്നാണ് ഇസ്ലാമിക പുസ്തകം പറയുന്നത്. അത് തന്നെ നമുക്ക് അംഗീകരിക്കാതിരിക്കാം. പോപ്പ് സൂചിപ്പിക്കുന്നത് പോലെ ഇസ്ലാം കാണുന്നത്, ഖുറാൻ കാണുന്നത് യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടാണ്. വളരെ കൗതുകം എന്ന് പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയത്തെക്കുറിച്ച് 19-ാം ചാപ്റ്ററാണ്. അമ്മയായ മറിയത്തെക്കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ പരിശുദ്ധ ഖുറാനിലുണ്ട്. അതായത് പരിശുദ്ധ ബൈബിളിലും പരിശുദ്ധ ഖുറാനിലും കാണിച്ചിരിക്കുന്നത് ഒരേ വ്യക്തിത്വത്തെയാണ്. കൗതുകം എന്ന് പറയട്ടെ, പ്രവാചകൻ മുഹമ്മദ് നബിയെ പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നതിന്റെ 5 ഇരട്ടിയോളം അവസരങ്ങളിൽ യേശു ക്രിസ്തുവിനെ ഖുറാനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ഡിറക്റ്റ് റെഫറൻസ് ആയി 25 തവണയാണ് പരിശുദ്ധ ഖുറാൻ മെൻഷൻ ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ ഇൻഡിറക്റ്റ് ആയിട്ട് 187 തവണ മെൻഷൻ ചെയ്യുന്നു എന്നാണ് ചില ഖുറാൻ പണ്ഡിതന്മാർ ക്ലെയിം ചെയ്യുന്നത്. യേശുവിന്റെ അമ്മയുടെ പേര് മേരി എന്നാണ്. അറബിക്കിൽ അത് മറിയം എന്നാണ് പറയുന്നത്. ടൈറ്റിൽ മെസ്സിഹ എന്ന് വിളിക്കുന്നത് അവർ അൽ മസീഹ് എന്ന് വിളിക്കുന്നു. മിറക്കിൾസ് വളരെ സിമിലർ ആണ്. ഹീലിംഗ് ഉണ്ട്, റേസിംഗ് ദ ഡെഡ് ഉണ്ട്, വ്യത്യസ്ത സയൻസ് കാണിക്കുന്നുണ്ട്. വെർജിൻ ബർത്തിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. മിറാക്കുലസ് ബർത്ത് ആണെന്ന് രണ്ടുപേരും പറയുന്നു. ഇസ്രായേലിന്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ജനതയ്ക്ക് വേണ്ടിയാണ് അയക്കുന്നതെന്ന് പറയുന്നു. യേശുവിന്റെ ഡിസൈപ്പിൾസിനെ കുറിച്ചും ഹവാരിയൂൺ എന്ന വാക്കാണ് അവരതിൽ ഉപയോഗിക്കുന്നത്. അത് യുണീക്ലി ഓണേർഡ് ബൈ ഗോഡ് ആണ് ഈ പ്രവാചകൻ. ഇത്തരം ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് വ്യത്യാസങ്ങൾ മാത്രം നമ്മൾ എടുക്കുന്നത്? രാഹുൽ ഈശ്വർ പോപ്പിൻ്റെ അഭിപ്രായവും മറ്റു ചില അഭിപ്രായവും ചില യൂണിവേഴ്സിറ്റികളുടെ പുസ്തകങ്ങളുടെ ബലത്തിലും അദ്ദേഹം ഉറപ്പിക്കുകയാണ് ഖുറാനിലേത് യേശുക്രിസ്തു തന്നെയാണ്, ഈസായുടെ അമ്മ മേരിയാണെന്ന്. ഒന്നാമത്തെ പോയിന്റ്, സാമ്യങ്ങളല്ല വ്യത്യാസങ്ങളാണ് നാം പരിശോധിക്കേണ്ടത്, എപ്പോഴും അതിനെ പരിഗണിക്കേണ്ടത്. അതായത് മനുഷ്യചരിത്രം സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. മനുഷ്യരെ വഞ്ചിച്ചിട്ടുള്ളത് പച്ചയായ തുറന്ന നുണകളല്ല, മറിച്ച് സത്യത്തിൻ്റെ മനോഹരമായ വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്ന അസത്യങ്ങളാണ് എപ്പോഴും മനുഷ്യനെ വഞ്ചിച്ചിട്ടുള്ളത്. അതായത് പൂർണ്ണമായിട്ടും കള്ളമായ ഒരു കാര്യം, അസത്യമായ ഒരു കാര്യം ഒറ്റ കേൾവിയിൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിന് പിടികിട്ടുന്നത് നുണയാണ്, അപ്പോൾ തന്നെ തള്ളിക്കളയും. എന്നാൽ എന്ത് ചെയ്യും? അസത്യമായ കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ അർദ്ധസത്യങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ആ വഞ്ചനയിൽ കുടുങ്ങും. വ്യാജം എക്കാലത്തും വിജയിക്കുന്നത് അതിൻ്റെ ശക്തി കൊണ്ടല്ല, അതിൻ്റെ സൂക്ഷ്മമായ അനുകരണം കൊണ്ടാണ്. ഇപ്പോൾ കള്ളനോട്ടുണ്ടാകുന്നത് ഒറിജിനൽ നോട്ടുള്ളതുകൊണ്ടാണ്, നമുക്കറിയാം. ആ ഒറിജിനൽ നോട്ടിനോട് പരമാവധി അനുകരിച്ച ഒറിജിനൽ നോട്ടിനെ പരമാവധി അനുകരിച്ചാണ് കള്ളനോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സാമ്യങ്ങൾ കാണും. സാമ്യങ്ങളുള്ളതുകൊണ്ട് രണ്ടും ഒന്നാണോ? ഇന്ത്യ ഗവൺമെൻറ് അടിച്ചിറക്കിയ ഒറിജിനൽ നോട്ടും ഇവിടെ ഏതെങ്കിലും ഒരുത്തന്നെ അടിച്ചിറക്കിയ കള്ളനോട്ട് ഒന്നാണോ? ഒരിക്കലും ആവുകയില്ല. അപ്പോൾ സാമ്യങ്ങളല്ല, നമ്മൾ എന്ത് ചെയ്യാണ്? വ്യത്യാസങ്ങളുണ്ടോ നോക്കണം. വ്യത്യാസങ്ങളുണ്ടോ നോക്കിയിട്ട് ഒരൊറ്റ വ്യത്യാസം കണ്ടാൽ ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് കള്ളനോട്ടാന്ന് പറയും, ഇല്ലേ? നമ്മൾ രണ്ടും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ 99 സാമ്യങ്ങൾ കാണും, വ്യത്യാസം ഒരെണ്ണേ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 99 സാമ്യങ്ങളില്ലേ, ഒരെണ്ണം വലിയ കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് കിടക്കും. അതോ ആ ഒരൊറ്റ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് അത് നശിപ്പിച്ച് കളയും. അത് കള്ളനോട്ടാണെന്ന് പറയും. അപ്പോൾ വ്യത്യാസങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്, സാമ്യങ്ങളല്ല. കേവലം ഭൗതികമായ ഭൂമിയിൽ വെച്ച് നശിച്ചു പോകുന്ന പണത്തിൻ്റെ കാര്യത്തിൽ നാം സാമ്യങ്ങളല്ല വ്യത്യാസങ്ങളാണ് പരിഗണിക്കുന്നതെങ്കിൽ സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവിൻ്റെ കാര്യത്തിൽ, ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ എന്തിന് സാമ്യങ്ങളുടെ പുറകെ പോകണം? അപ്പോൾ ഇവിടെ നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11:4 ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ വേറൊരുത്തം വന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ സഹിക്കുന്നത്, പൊറുക്കുന്നത് ആശ്ചര്യം. നിങ്ങളങ്ങനെ വഞ്ചിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്, എക്കാലത്തുമുള്ള വിശ്വാസികൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. യഥാർത്ഥ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ മാറ്റിക്കളയാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യും? ഇതേപോലെയുള്ള ഓരോരോ വ്യാജങ്ങളുമായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണം, ചില ആൾക്കാർ പറയുന്നു യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്, ആരോണിൻ്റെ സഹോദരിയാണ് തുടങ്ങിയ വാദഗതികൾ പലരും പറയാറ്. അത് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രം, ആ വംശപരമ്പരയിൽ വരുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന കാര്യമാണ്.
യേശുവിൻ്റെ വംശാവലിയെ തന്നെ പരിഹസിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ഇനി നാലാമത്തെ പോയിന്റ് വംശാവലിയിലെയും ഗോത്രത്തിലെയും പൊരുത്തക്കേടുകളാണ്. ബൈബിളിലെ യേശുക്രിസ്തു നമുക്കറിയാം കൃത്യമായിട്ട് വംശാവലി രേഖയുണ്ട്. വംശാവലി രേഖയുടെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ കാര്യം ഇരിക്കുന്നത്. അത് ചരിത്രവസ്തുതയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഖുറാനിലെ ഈസാ നബിയുടെ മാതാവായിരിക്കുന്ന മറിയത്തിൻ്റെ കാര്യം, മറിയത്തെപ്പറ്റി പറയുന്നത്, ഓ അഹരോൻ്റെ സഹോദരി, സൂറ 19:28, ഓ അഹരോൻ്റെ സഹോദരി, നിൻ്റെ പിതാവ് ഒരു ദുർമാർഗിയായിരുന്നില്ല, നിൻ്റെ മാതാവ് ഒരു വേശ്യയും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അഹരോൻ്റെ സഹോദരി എന്ന്, അഹരോൻ നമുക്കറിയാം യേശുക്രിസ്തുവിന് 1500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആൾ. അന്നത്തെ മിരിയാം ഉണ്ടല്ലോ, മിരിയാം, മുഹമ്മദ് തെറ്റിപ്പോയി, മിരിയാമും മറിയാമും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ പ്രശ്നം. അപ്പോൾ അഹ്റോൻ്റെ സഹോദരി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇസ്ലാമിക പക്ഷത്തു നിന്ന് വരുന്നൊരു ന്യായീകരണമുണ്ട്. അഹ്റോൻ്റെ സഹോദരി എന്ന് വിളിച്ചിരിക്കുന്നത് അത് നേരിട്ടുള്ള സഹോദരി എന്നുള്ള അർത്ഥത്തിലല്ല, ആ വംശപരമ്പരയിൽ, അതേ ന്യായീകരണം തന്നെയാണ് എതിർ സംവാദകനും ഇവിടെ പറഞ്ഞത്, ആ വംശപരമ്പരയിൽ പെട്ട ആളായത് കൊണ്ടാണെന്നുള്ളത്. പക്ഷേ ഇവിടെ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടും. എന്താണെന്നറിയോ, ഈ അഹ്റോനും മോശയും മിരിയാമും ഒക്കെ ഇസ്രായേലിൽ ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. മനസ്സിലായി? അപ്പോൾ ആ വംശപരമ്പരയിലാണ് മറിയ വന്നിരിക്കുന്നത്. മറിയ ആരായിരിക്കും? ലേവി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ യേശുക്രിസ്തു ഏതായിരിക്കും? ലേവി ഗോത്രക്കാരനാണ്. യേശുക്രിസ്തു ലേവി ഗോത്രക്കാരനാണോ? അല്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പൗരോഹിത്യം സംബന്ധിച്ച് ലേവി ഗോത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തു ആ ഗോത്രത്തിൽപ്പെട്ടവനല്ല. അതുകൊണ്ടാണ് അവൻ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായിരിക്കുന്നത്. അവൻ യഹൂദ ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് സ്പഷ്ടമാണല്ലോ. അപ്പം ബൈബിൾ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തുവിനെ ദാവീദ് രാജാവിൻ്റെ വംശത്തിൽ യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനായിട്ടാണ് പറയുന്നത്, യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ട്. എന്നാൽ ഈസാ നബി ആണെങ്കിൽ ലേഹ്യ ഗോത്രത്തിൽ വരുന്ന ആളാണ്. ഇതെങ്ങനെയാണ് ശരിയാവുക? ഇത് രണ്ടാണ്. എൻ്റെ നാലാമത്തെ ചോദ്യം ഇതാണ്: അഹ്റോൻ്റെ പരമ്പരയിലുള്ള ലേവി ഗോത്രക്കാരനായ ഒരാളും ദാവീദിൻ്റെ പരമ്പരയിലുള്ള യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശുക്രിസ്തുവും എങ്ങനെയാണ് ഒരാളാകുന്നത്? ഇതാണ് നാലാമത്തെ ചോദ്യം. ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്, അത്ഭുതങ്ങളുടെ കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ലോകം മുഴുവൻ നോക്കുന്ന 4 അടിസ്ഥാന കാര്യങ്ങളാണ്. അയാളുടെ വ്യക്തിനാമം എന്താണ്, അയാളുടെ ജനന തീയതി, മാതാപിതാക്കളുടെ പേര്, ജനിച്ച സ്ഥലം, ഇതൊക്കെയാണ് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ, ഈ 4 കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഈ ഈസയും യേശുവും ഒന്നല്ല എന്നുള്ളത് മനസ്സിലാവും. എന്നാൽ അവകാശവാദങ്ങളുണ്ട്. അതായത് യേശുക്രിസ്തു സ്രഷ്ടാവായ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിലെ ഈസാ നബിക്ക് അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറയാം. യോഹന്നാൻ 14:6 നമുക്കെല്ലാം സുപരിചിതമാണ്. കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഇത് മനുഷ്യചരിത്രത്തിൽ ഒരു വ്യക്തി തൻ്റെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് നടത്തിയ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അതായത് യേശുക്രിസ്തു തൻ്റെ ദൈവത്വമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു കേവലം ഒരു വഴികാട്ടിയല്ല. യേശുക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരാം, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്നൊന്നുമല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഞാൻ തന്നെയാണ് വഴിയെന്ന, വഴികാട്ടി എന്നല്ല, ഞാൻ തന്നെയാണ് വഴി. മാത്രമല്ല, ഞാൻ സത്യം പറയുന്നവനാണെന്നല്ല പറഞ്ഞത്. സത്യം പറയുന്ന പല ആൾക്കാരും കണ്ടേക്കാം, അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല. ഞാൻ തന്നെയാണ് സത്യം എന്നാണ് പറഞ്ഞത്. ഞാൻ ജീവനുള്ളവനാണെന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെയാണ് ജീവൻ എന്നാണ്. ഇത് ദൈവത്തിന് മാത്രം പറയാൻ കഴിയുന്ന അവകാശവാദമാണ്. മാത്രമല്ല, കർത്താവ് പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുകയില്ല എന്നും പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഈ അവകാശവാദം നമ്മൾ നോക്കിയാൽ ഈസാ നബിക്ക് പറയാൻ പറ്റില്ലത്. ഇസ്ലാമിനകത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഈ പ്രവാചകന്മാർ വഴികാട്ടികൾ മാത്രമാണ്. അവർ വഴികാട്ടികൾ മാത്രം. ഒരിക്കലും അവർക്ക് ഞാനാണ് വഴി എന്ന് പറയാൻ പറ്റില്ല. ഇത് യേശുക്രിസ്തുവിന് മാത്രമേ നടത്താൻ പറ്റൂ, വേറെ ആർക്കും പറ്റിയില്ല. മാത്രമല്ല, ഇതിന് യേശുക്രിസ്തു ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഈ പിതാവെന്നുള്ള കാഴ്ചപ്പാടേ ഇസ്ലാമിനകത്തില്ല. ഖുർആൻ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയാണ്. അടുത്ത സൂറ 6:101 അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവാണ് അവൻ. അവൻ എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? അവനൊരു കൂട്ടുകാരിയും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട് ഇല്ല. ഈ ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത കാരണം മക്കളില്ല, അതുകൊണ്ട് അള്ളാഹു പിതാവല്ല. ഇതാണ് പറയുന്നത്. സൂറ ഇഖ്ലാസിലും പറയുന്നുണ്ട് 112 അള്ളാഹു ആർക്കും ജന്മം കൊടുത്തിട്ടില്ല, അള്ളാഹു ജനിച്ചിട്ടുമില്ല, അവൻ ജനിച്ചിട്ടുമില്ല, ജനിപ്പിച്ചിട്ടുമില്ല. അതായത് പിതൃത്വം ഇല്ല, പുത്രത്വം ഇല്ല. മനസ്സിലായ? ഈസാ ഇസ്ലാമിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തായി. കാരണം എന്താ? പുള്ളി ശിർക്ക് ചെയ്തു. ബൈബിളിലെ ദൈവം പിതാവും പുത്രനുമായിരിക്കുമ്പോൾ അവിടെ പിതൃത്വം ഇല്ല, പുത്രത്വം ഇല്ല. മനസ്സിലായ? അപ്പോൾ ഈ പിതൃത്വവും പുത്രത്വം ഇല്ലാതിരിക്കുക എങ്ങനെയാണ് ഈസാ നബിക്ക് പിതാവ് എന്നുള്ള കാര്യം തന്നെ പറയാൻ പറ്റുക? ബൈബിളിലെ യേശുവാണ് ഖുറാനിലെ ഈസാ നബി എന്നത് സംബന്ധിച്ച് പോപ്പിൻ്റെ അഭിപ്രായവും ചില പുസ്തകങ്ങളിൽ വന്ന രേഖകളുമല്ലാതെ
ബൈബിളിൽ നിന്നും ഒന്നും പ്രതിപാദിക്കാൻ രാഹുൽ ഈശ്വറിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഈസാ നബിയാണ് യേശുക്രിസ്തു എന്ന് വാദിക്കുന്ന ഒരു വിഭാഗത്തിന് മുന്നിൽ തെറ്റിദ്ധാരണ മാറ്റാൻ ഈ സംവാദത്തിന് കഴിയും എന്ന് ഉറപ്പുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് ഖുറാനെ സംബന്ധിച്ച് സമൂഹമധ്യേ ഉണ്ടായിരുന്നത്. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറുവാൻ ഖുറാന്റെ പരിഭാഷകൾ വന്നതോടുകൂടി കഴിഞ്ഞു. ഇത്തരം സംവാദങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യരുത് എന്ന് ഒരു ചെറിയ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം യേശുവിൻ്റെ ദൈവത്വം ഇത്തരത്തിൽ ചുരുങ്ങിപ്പോകേണ്ട ഒന്നല്ല എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു സംവാദം സംഘടിപ്പിച്ച സാക്ഷി അപ്പോളജിസ്റ്റിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.